Hi, hello, welcome to Competitive Cracker. It's me, Vishnu Ashok. നമുക്കറിയാം നെറ്റ് എക്സാം എന്നത് ഇപ്പോൾ ഓരോ തവണയും എന്താണ് വളരെയധികം പാടായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നെറ്റ് പോലൊരു കോമ്പറ്റേറ്റീവ് എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നെറ്റ് കൊമേഴ്സിന് സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒരു ഏരിയയിലെ കുറച്ചധികം ക്വസ്റ്റ്യനുകളും അതിൻ്റെ ആ ഒരു കോൺസെപ്റ്റും കറക്റ്റായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ചധികം ക്വസ്റ്റ്യനുകൾ കാണും, അതിനുശേഷം എന്ത് ചെയ്യും, ആ ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ടുള്ള ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ പഠിക്കും. അതിനുശേഷം ആ ക്വസ്റ്റ്യനുകൾ നിങ്ങൾ തന്നെ വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മൾ കറക്റ്റ് ആയിട്ട് ആ ഒരു കോൺസെപ്റ്റ് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ MCQs നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പർട്ടിക്കുലർ ഏരിയ ആണ് നമ്മൾ ഇന്ന് കവർ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് എന്നോടൊപ്പം തന്നെ ഇരുന്ന് ഈ ഒരു ക്വസ്റ്റ്യനുകൾ മുഴുവൻ വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആ കോൺസെപ്റ്റ് നല്ല രീതിയിൽ മനസ്സിലാക്കി എടുക്കുവാനും ശ്രമിക്കുക. ഓക്കെ, നമുക്ക് കുറച്ച് ക്വസ്റ്റ്യനുകൾ നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ അബൌട്ട് എ ഹോൾഡിംഗ് കമ്പനി ആൻഡ് ഇറ്റ്സ് റിലേഷൻഷിപ്പ് വിത്ത് സബ്സിഡിയറി കമ്പനി. ഒരു ഹോൾഡിംഗ് കമ്പനിയും അതിന്റെ സബ്സിഡിയറി കമ്പനിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ മെൻഷൻ ചെയ്യുന്ന, കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്നുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. നമ്മൾ പറഞ്ഞിട്ട് ഓപ്ഷനുകൾ പറഞ്ഞിട്ടുണ്ട്. എ ഹോൾഡിംഗ് കമ്പനി മസ്റ്റ് ഓൾവൈസ് ഓൺ 100% ഓഫ് ദി സബ്സിഡിയറി കമ്പനീസ് ഷെയർ. സബ്സിഡിയറി കമ്പനിയുടെ 100% ഷെയറുകളും ഹോൾഡിംഗ് കമ്പനി ഹോൾഡ് ചെയ്യണം എന്നാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് സബ്സിഡിയറി കമ്പനി കനോട്ട് ഓപ്പറേറ്റ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഫ്രം ദ ഹോൾഡിംഗ് കമ്പനി. ഹോൾഡിംഗ് കമ്പനിയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ലീഗൽ എൻറ്റിറ്റി ആർക്കില്ല, സബ്സിഡിയറി കമ്പനിക്കില്ല. അതായത് ഹോൾഡിംഗ് കമ്പനിയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ലീഗൽ എൻറ്റിറ്റി ആർക്കില്ല, സബ്സിഡിയറി കമ്പനിക്ക് ഇല്ല എന്നാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, എ ഹോൾഡിംഗ് കമ്പനി കൺസോളിഡേറ്റ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇറ്റ്സ് സബ്സിഡിയറീസ് ഇൻടു ഇറ്റ്സ് ഓൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. അതായത് ഹോൾഡിംഗ് കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ അകത്ത്, എന്തിന്റെയാണ് നമ്മുടെ സബ്സിഡിയറി കമ്പനിയുടെ ഫിനാൻഷ്യൽ ഡേറ്റാസും കൂടി കൺസോളിഡേറ്റ് ചെയ്ത് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആയാണ് എഴുതുന്നത് എന്നാണ് ഓപ്ഷൻ സി പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ ഡി എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഹോൾഡിംഗ് കമ്പനി ഈസ് ഡയറക്ട്ലി ഇൻവോൾവ്ഡ് ഇൻ ദ ഡെയിലി ബിസിനസ് ഓപ്പറേഷൻസ് ഓഫ് ഇറ്റ് സബ്സിഡിയറി. ഹോൾഡിംഗ് കമ്പനി ഡയറക്റ്റ് ആയിട്ട് എൻഗേജ് ചെയ്യുന്നുണ്ട് എന്തിന്റെ, അതായത് സബ്സിഡിയറി കമ്പനിയുടെ ഡെയിലി ഓപ്പറേഷൻ്റെ അകത്ത് ഹോൾഡിംഗ് കമ്പനി ഡയറക്റ്റ് ആയിട്ട് എൻഗേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് എന്തുമായി ബന്ധപ്പെട്ടതാണ്, ഹോൾഡിംഗ് കമ്പനിയും സബ്സിഡിയറി കമ്പനിയുടെയും ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിക്ക് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ആൻസർ നിങ്ങൾ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. നമ്മൾ കോൺസെപ്റ്റ് നല്ല രീതിയിൽ പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ പെട്ടെന്ന് തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പൊ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് യൂസ്ഡ് ടു കാൽക്കുലേറ്റ് ദ മൈനോറിറ്റി ഇൻട്രസ്റ്റ് ഇൻ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഹോൾഡിംഗ് കമ്പനി. ഹോൾഡിംഗ് കമ്പനിയുടെ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ മൈനോറിറ്റി ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായി താഴെ പറയുന്ന എന്തെല്ലാം കാര്യങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എ പറഞ്ഞിരിക്കുന്നത്, ഒൺലി ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഓഫ് ദി സബ്സിഡിയറി. സബ്സിഡിയറി കമ്പനിയുടെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഹോൾഡിംഗ് കമ്പനി, എന്താ പറഞ്ഞിരിക്കുന്നത്, ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഹോൾഡിംഗ് കമ്പനിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് അവിടെ ട്രീറ്റ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് മൈനോറിറ്റി ഇൻട്രസ്റ്റ് ആയിട്ട്. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഹോൾഡിംഗ് കമ്പനീസ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് സബ്സിഡിയറീസ് നെറ്റ് അസറ്റ്. അതായത് സബ്സിഡിയറിയുടെ നെറ്റ് അസറ്റും ഹോൾഡിംഗ് കമ്പനിയുടെ ഇൻവെസ്റ്റ്മെന്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് മൈനോറിറ്റി ഇൻട്രസ്റ്റ് ആയിട്ട് അവിടെ ട്രീറ്റ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അടുത്ത പറഞ്ഞിരിക്കുന്നത് എന്താണ്, ദി ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ റിസർവ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് ദി സബ്സിഡിയറി അഡ്ജസ്റ്റഡ് ഫോർ ഫിക്ടീഷ്യസ് അസറ്റ്. ഇത്ര ആണെന്നാണ് ഓപ്ഷൻ സിക്കകത്ത് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ ഡിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, ദ ടോട്ടൽ അസറ്റ്സ് ഓഫ് ദി സബ്സിഡിയറി, സബ്സിഡിയറിയുടെ ടോട്ടൽ അസറ്റ്സ് ആണ് പറഞ്ഞത്. ഇത് നമ്മൾ ആ മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്നുള്ള ഏരിയ പഠിച്ചു കഴിയുമ്പോൾ വളരെ ഈസി ആയിട്ട്, ആ ഒരു ഇക്വേഷൻ അറിയാമെങ്കിൽ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ എന്താണ്, കറക്റ്റ് ആയിട്ട് ആ ഒരു കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കോൺസെപ്റ്റ് പഠിച്ചു കഴിയുമ്പോൾ തിരിച്ചു വരും, ഇത് നിങ്ങൾ തന്നെ ആൻസർ ചെയ്യും. ഇപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ആൻസർ എന്ത് ചെയ്യുക, മാർക്ക് ചെയ്ത് വെക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കി, ഇഫ് എ ഹോൾഡിംഗ് കമ്പനി പർച്ചേസസ് ദ ഷെയർ ഓഫ് സബ്സിഡിയറി അറ്റ് എ പ്രൈസ് ഹയർ ദാൻ ദ ഫേസ് വാല്യൂ, ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പർച്ചേസ് പ്രൈസ് ആൻഡ് ഫെയർ വാല്യൂ ഓഫ് നെറ്റ് ഐഡന്റിഫൈഡ് അസറ്റ് ഈസ് ട്രീറ്റഡ് ആസ്. എന്താ പറഞ്ഞിരിക്കുന്നത്, ദ ഹോൾഡിംഗ് കമ്പനി പർച്ചേസ് എ ഷെയർ ഓഫ് സബ്സിഡിയറി, ഒരു സബ്സിഡിയറി കമ്പനിയുടെ ഷെയർ ഹോൾഡിംഗ് കമ്പനി പർച്ചേസ് ചെയ്യുകയാണ്. എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നത്, അറ്റ് ഹയർ ദാൻ ദ ഫേസ് വാല്യൂ, ഫേസ് വാല്യൂവിനേക്കാളും
കൂടുതൽ ഒരു എമൗണ്ടിലാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ആ ഡിഫറൻസ് വരുന്ന പർച്ചേസിംഗ് പ്രൈസും ഫെയർ വാല്യൂയും തമ്മിലുണ്ടാകുന്ന ആ നെറ്റ് അസറ്റിന്റെ ഫെയർ വാല്യൂയും തമ്മിലുണ്ടാകുന്ന ആ ഒരു ഡിഫറൻസിന് പറയുന്ന പേര് ഏതാണ്? ക്യാപിറ്റൽ റിസർവ് എന്നാണോ, മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്നാണോ, ഗുഡ് വിൽ എന്നാണോ, റീറ്റെയിൻഡ് ഏർണിംഗ്സ് എന്നാണോ? ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ കോൺസെപ്റ്റ് നമുക്ക് അറിയാമെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോവിങ് പർപ്പസ് ഡു ദ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ഓഫ് ദി ഹോൾഡിംഗ് കമ്പനി നോട്ട് സർവ്സ്? ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? വിച്ച് ഓഫ് ദ ഫോളോവിങ് പർപ്പസ്, താഴെ പറയുന്നവയിൽ ഏതാണ് എന്താണ് ഹോൾഡിംഗ് കമ്പനിയുടെ അക്കൗണ്ട്സിൽ വരുന്നത് എന്നുള്ള രീതിക്കാണ് ചോദിച്ചേക്കുന്നത്. ആദ്യത്തെ നോക്കുക. പ്രൊവൈഡിങ് ദ കോംപ്രിഹെൻസീവ് വ്യൂ ഓഫ് ഹോൾഡിംഗ് കമ്പനീസ് ഫിനാൻഷ്യൽ പെർഫോമൻസ് ആൻഡ് പൊസിഷൻ. എന്താണ്? ഒരു കോംപ്രിഹെൻസീവ് വ്യൂ ആണ് എന്തിന്റെയാണ്? ഹോൾഡിംഗ് കമ്പനിയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസിന്റെയും പൊസിഷന്റെയും. രണ്ടാമതായിട്ട് എൻഷർ ദ കംപ്ലയൻസ് വിത്ത് ദ ലീഗൽ ആൻഡ് റെഗുലേറ്ററി റിക്വയർമെന്റ്സ്. ലീഗലും റെഗുലേറ്ററി ആയിട്ടുള്ള കംപ്ലയൻസുകളുടെ ഒരു എൻഷറിംഗ് ആണ് വരുന്നതെന്നാണ് രണ്ടാമത്തെ ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തെ ഓപ്ഷനാണ് ഇൻഫ്ലുവൻസിങ് ദ ഡേ ടു ഡേ ഓപ്പറേഷൻസ് ഓഫ് ദ ബിസിനസ് ഓഫ് സബ്സിഡിയറി കമ്പനി. സബ്സിഡിയറി കമ്പനിയുടെ ബിസിനസ് ഓപ്പറേഷനുകൾ, ഡേ ടു ഡേ ആയിട്ടുള്ള ബിസിനസ് ഓപ്പറേഷനുകൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നാലാമത്തായിട്ട് ഫെസിലിറ്റേറ്റിംഗ് ദ സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ് ഫോർ ഹോൾഡിംഗ് കമ്പനി. ഹോൾഡിംഗ് കമ്പനിയുടെ സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിങ്ങിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ഏതാണ് എന്നുള്ളത് നമുക്ക് നിങ്ങളൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. കോൺസെപ്റ്റ് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ക്വസ്റ്റിനും വളരെ പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ദ ലാസ്റ്റ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. എന്താണ്? ഇഫ് ദ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് ഓഫ് എ ഹോൾഡിംഗ് കമ്പനി വേർ ഈസ് ദ മൈനോറിറ്റി ഇൻട്രസ്റ്റ് ഈസ് ടിപ്പിക്കലി ഷോൺ. അതായത് ഹോൾഡിംഗ് കമ്പനിയുടെ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിന്റെ അകത്ത് എവിടെയാണ് മൈനോറിറ്റി ഇൻട്രസ്റ്റ് കാണിക്കുന്നത്? എവിടെയാണ് മൈനോറിറ്റി ഇൻട്രസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഓൺ ദ അസറ്റ് സൈഡ് അണ്ടർ ഇൻവെസ്റ്റ്മെന്റ്. അസറ്റ് സൈഡിൽ എന്താണ്? ഇൻവെസ്റ്റ്മെന്റിന് താഴെയായിട്ടാണോ, അതോ ഓൺ ദ ലൈബിലിറ്റി സൈഡിൽ ബിറ്റ്വീൻ ദ ഷെയർ ക്യാപിറ്റൽ ആൻഡ് റിസർവ് ആൻഡ് സർപ്ലസ് ആണ്? ഷെയർ ക്യാപിറ്റലും റിസർവ് ആൻഡ് സർപ്ലസിനും ഇടയിലാണോ? on the equity in the equity section as a part of holding company's capital. equity sectionil holding companyയുടെ ക്യാപിറ്റലിന്റെ പാർട്ടിലാണോ? as the separate item below the line. ആ ഒരു ബാലൻസ് ഷീറ്റ് കഴിഞ്ഞിട്ട് ഒരു സെപ്പറേറ്റ് ഐറ്റം ആയിട്ട് ഒരു ഫുട് നോട്ട് പോലെ കൊടുക്കുകയാണോ മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് മൈനോറിറ്റി ഇൻട്രസ്റ്റ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ക്വസ്റ്റിനും ആൻസർ ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഇപ്പോൾ നമ്മൾ ഒരു 5 ക്വസ്റ്റ്യനുകൾ കണ്ടു. ഈ 5 ക്വസ്റ്റ്യനുകളെ ബേസ് ചെയ്തിട്ടുള്ള, അതായത് ഹോൾഡിംഗ് കമ്പനിയും സബ്സിഡിയറി കമ്പനിയും മൈനോറിറ്റി ഇൻട്രസ്റ്റും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഏരിയ നമ്മൾ പഠിക്കാൻ പോവാണ്. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് ഈ 5 ക്വസ്റ്റ്യന്റെയും ആൻസർ നിങ്ങൾ തന്നെ പറയും, നിങ്ങൾക്ക് തന്നെ പറയാനായിട്ട് പറ്റും. ബിക്കോസ് എന്താണ്, നമ്മൾ അതുപോലെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. നമുക്ക് നോക്കാം എന്താണ് ഹോൾഡിംഗ് കമ്പനി എന്നുള്ള കാര്യം നോക്കാം. A holding company is an entity that owns a significant amount of shares in another company, also known as subsidiary company. അപ്പോൾ ഇവിടെ ഹോൾഡിംഗ് കമ്പനി എന്താണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു കമ്പനിയുടെ സഫീഷ്യന്റ് ആയിട്ടുള്ള ഷെയറുകൾ ഹോൾഡ് ചെയ്യുന്ന കമ്പനിയെയാണ് എന്തെന്ന് പറയുന്നത്? ഹോൾഡിംഗ് കമ്പനി എന്ന് പറയുന്നത്. അതായത് ഒരു സബ്സിഡിയറി കമ്പനിയുടെ ഷെയറുകൾ, അതായത് എന്താണ് സഫീഷ്യന്റ് ആയിട്ടുള്ള ഷെയറുകൾ ആരാണ്? മറ്റൊരു കമ്പനി എന്ത് ചെയ്യാണ്? ഹോൾഡ് ചെയ്യാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എ എന്ന് പറയുന്ന ഒരു കമ്പനി എന്ത് ചെയ്യാണ്? ബി എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ എന്താണ് ഒരു 60% ഷെയറുകൾ ആര് ഹോൾഡ് ചെയ്യാണ്? എ എന്ന് പറയുന്ന കമ്പനി എന്ത് ചെയ്യാണ്? ഹോൾഡ് ചെയ്യുകയാണ് എങ്കിൽ ബി എന്ന് പറയുന്ന കമ്പനി എന്തായിരിക്കും? സബ്സിഡിയറിയും, അതുപോലെ തന്നെ എ എന്ന് പറയുന്ന കമ്പനി എന്തായിരിക്കും? പേരന്റ് കമ്പനി. അതായത് അതിന്റെ ഷെയറുകൾ കൂടുതലും ആരാണ് ഹോൾഡ് ചെയ്തിരിക്കുന്നത്? എ ആണ് ഹോൾഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓർത്ത് വെക്കുക, എ ഹോൾഡിംഗ് കമ്പനി ഈസ് ആൻ എൻറ്റിറ്റി that owns a significant amount of shares in another company, also known as subsidiary company. A holding company does not engage in the production of goods or services or any other business operation. ഒരു ഹോൾഡിംഗ് കമ്പനി എന്ത് ചെയ്യത്തില്ല? ഡയറക്ട്ലി എൻഗേജ് ചെയ്യത്തില്ല ഡേ ടു ഡേ ഓപ്പറേഷൻ്റെ അകത്ത്. അതായത് എന്താണ്? പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, അതുപോലെ തന്നെ ബിസിനസിന്റെ ഡെയിലി ഓപ്പറേഷൻ്റെ അകത്തൊന്നും ഒരു ഹോൾഡിംഗ് കമ്പനി സബ്സിഡിയറി കമ്പനിയുടെ ഡെയിലി ഓപ്പറേഷൻ്റെ അകത്തോ, അതുപോലെ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ അകത്തോ ഒന്നും ഡയറക്ട്ലി എന്ത് ചെയ്യത്തില്ല? എൻഗേജ് ചെയ്യത്തില്ല എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഇനി എന്താണ് പറഞ്ഞത്? ഇൻസ്റ്റെഡ് ഇറ്റ് ഹോൾഡ് ദ controlling shares in another company with the main aim of influencing their management and operation. ഇവിടെ എന്താണ് പറഞ്ഞേക്കുന്നത്? ശരിക്കും ഹോൾഡിംഗ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ഷെയറുകൾ ഹോൾഡ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? അവരെന്ത് ചെയ്യുകയാണ്? മറ്റൊരു കമ്പനിയുടെ മാനേജ്മെന്റിലും ഓപ്പറേഷനും ഒക്കെ കൺട്രോൾ ചെലുത്താനായിട്ട് ഇവർക്ക് ഇതിലൂടെ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ മറ്റൊരു കമ്പനിയുടെ ഷെയറുകൾ ഹോൾഡ് ചെയ്യുന്നതിലൂടെ സബ്സിഡിയറി കമ്പനികളുടെ എന്താണ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ഇന്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക്
കാര്യങ്ങൾക്കകത്ത് ഇന്റേണൽ മാനേജ്മെന്റിലും അതുപോലെ ഓപ്പറേഷനിലും ഒക്കെ ഇൻഫ്ലുവൻസും കൺട്രോളും ഒക്കെ ചെലുത്താനായിട്ട് ഹോൾഡിംഗ് കമ്പനിക്ക് പറ്റും. ദ പ്രൈമറി പർപ്പസ് ഓഫ് ഹോൾഡിംഗ് കമ്പനി ഈസ് ടു ഓൺ ദ ഷെയർസ് ഇൻ അനദർ കമ്പനി ടു എക്സ്ട്രാക്ട് കൺട്രോൾ ഓവർ ദം. അതായത് മറ്റൊരു കമ്പനിയെ കൺട്രോൾ ചെയ്യുവാൻ വേണ്ടിയാണ് ശരിക്കും ഈ ഹോൾഡിംഗ് കമ്പനി എന്ത് ചെയ്യുന്നത്, മറ്റ് സബ്സിഡിയറി കമ്പനിയുടെ ഷെയറുകൾ ഓൺ ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓർത്ത് വെച്ചോണം കേട്ടോ. ഇനി എന്താണ്, എ സബ്സിഡിയറി കമ്പനി ഇസ് എ കമ്പനി ദാറ്റ് ഈസ് ഓൺഡ് ഓർ കൺട്രോൾഡ് ബൈ അനദർ കമ്പനി. സബ്സിഡിയറി കമ്പനി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കമ്പനിയാണ്, ആ കമ്പനിയെ ഓൺ ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും എന്താണ്, മറ്റൊരു കമ്പനിയാണ്. അതായത് മറ്റൊരു കമ്പനി എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ പേരന്റ് കമ്പനി അല്ലെങ്കിൽ ഹോൾഡിംഗ് കമ്പനി. ഒന്നുകൂടി ഓർത്ത് വെക്കുക, സബ്സിഡിയറി കമ്പനി എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്, ഈ കമ്പനിയെ ഓൺ ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും മറ്റൊരു കമ്പനിയാണ്. അതിനെ പറയുന്ന മറ്റൊരു കമ്പനി എന്ന് പറഞ്ഞാൽ പേരന്റ് കമ്പനി അല്ലെങ്കിൽ ഹോൾഡിംഗ് കമ്പനിയാണ് എന്ത് ചെയ്യുന്നത്, ഇതിനെ എന്താണ് പേരന്റ് കമ്പനി എന്താണ് ഈ ഒരു പേരന്റ് കമ്പനി അല്ലെങ്കിൽ ഒരു ഹോൾഡിംഗ് കമ്പനിയാണ് ഈ സബ്സിഡിയറി കമ്പനിയെ ഓൺ ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും. ഇനി എന്താണ്, സബ്സിഡിയറി കമ്പനി ക്യാൻ ബി എന്താണ് wholly owned or the parent company and partially owned. അതായത് സബ്സിഡിയറി കമ്പനി എങ്ങനെയാണ്, രണ്ട് രീതിയിലാകാം. ഫുൾ ആയിട്ടും വേറൊരു കമ്പനി ഓൺ ചെയ്യുക, അതുപോലെ തന്നെ എന്താണ് പാർട്ട്ലി ആയിട്ടും മറ്റൊരു, അതായത് ഹോളി ഓൺഡും അതുപോലെ തന്നെ ഉണ്ട്. അത് ഹോൾലി ഓൺഡ് പേരന്റ് കമ്പനി ഉണ്ട്, അതുപോലെ പാർട്ട്ലി ഓൺഡ് ചെയ്യുന്നുണ്ട്. അതായത് മുഴുവനായിട്ടും മറ്റൊരു കമ്പനി ഓൺ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ എന്താണ് ഹാഫ് ആയിട്ട് അല്ലെങ്കിൽ ഒരു പാർട്ട്ലി ആയിട്ടും എന്ത് ചെയ്യാറുണ്ട്, ഓൺ ചെയ്യാറുണ്ട്. പേരന്റ് കമ്പനി ഓൺ ചെയ്യാറുണ്ട്. എന്തിനെ, സബ്സിഡിയറി കമ്പനി. A subsidiary company is a company that is owned and controlled by another company. നമ്മൾ പഠിച്ചു അല്ലേ, ഓൺഡ് ആൻഡ് കൺട്രോൾ ചെയ്യുന്ന മറ്റൊരു കമ്പനിയാണ്. എ സബ്സിഡിയറി കമ്പനി ഓപ്പറേറ്റ്സ് ആസ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. പഠിച്ചു വെച്ചോണം കേട്ടോ. സബ്സിഡിയറി കമ്പനി എപ്പോഴും ഓപ്പറേറ്റ് ചെയ്യുന്ന എങ്ങനെ തന്നെയാണ്, ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആയിട്ടാണ്, അല്ലാതെ എന്തല്ല. അതായത് ഹോൾഡിംഗ് കമ്പനിയിൽ നിന്നും വ്യത്യസ്തമായി ഒരു നിലനിൽപ്പ് ആർക്കുണ്ട്, സബ്സിഡിയറി കമ്പനിക്ക് ഉണ്ട് എന്നുള്ള കാര്യം ഓർത്തു വെച്ചോളുക. എ സബ്സിഡിയറി കമ്പനി ഓപ്പറേറ്റ് ആസ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി with its own management, assets and liabilities. The parent company can use its control over the subsidiary too. അപ്പം എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഈ സബ്സിഡിയറി കമ്പനിക്ക് എന്താണ് പേരന്റ് കമ്പനിയിൽ നിന്നും എന്താണ് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു നിലനിൽപ്പ് ഉണ്ട് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അതുപോലെ തന്നെ അവർക്ക് സ്വന്തമായിട്ടുള്ള ഒരു മാനേജ്മെന്റും അസറ്റ്സും ലൈബിലിറ്റീസും ഒക്കെ ഉണ്ട്. ഇതെല്ലാം ഉണ്ട് എങ്കിൽ പോലും പേരന്റ് കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ദ പേരന്റ് കമ്പനി ക്യാൻ യൂസ് ദ കൺട്രോൾ ഓവർ ദ സബ്സിഡിയറീസ് ടു ഇൻഫ്ലുവൻസ് ദ സബ്സിഡിയറീസ് ഓപ്പറേഷൻസ് ആൻഡ് സ്ട്രാറ്റജിക് ഡിസിഷൻ. സബ്സിഡിയറിയുടെ സ്ട്രാറ്റജിക് ഡിസിഷൻസിലും ഓപ്പറേഷനിലും മാനേജ്മെന്റിലും ഒക്കെ കൺട്രോൾ ചെലുത്താനും ഇൻഫ്ലുവൻസ് ചെലുത്താനും ആർക്ക് പറ്റും, ഈ പേരന്റ് കമ്പനിക്ക് പറ്റും. അതായത് സബ്സിഡിയറിക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു നിലനിൽപ്പുണ്ട്, സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ലീഗൽ എൻറ്റിറ്റി ഉണ്ട് എങ്കിൽ കൂടിയും എന്താണ് അതിന്റെ മാനേജ്മെന്റിലും സ്ട്രാറ്റജിക് ഡിസിഷൻസിലും ഓപ്പറേഷനിലും ഒക്കെ ഇൻഫ്ലുവൻസ് വരുത്താനായിട്ട് ആർക്ക് പറ്റും, ഹോൾഡിംഗ് കമ്പനിക്ക് അല്ലെങ്കിൽ പേരന്റ് കമ്പനിക്ക് പറ്റും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. രണ്ട് രീതിയിലാണ് സബ്സിഡിയറി ഉള്ളത്. ഹോളി ഓൺഡ് സബ്സിഡിയറി, ഫുൾ ആയിട്ടും ഓൺ ചെയ്യുന്ന സബ്സിഡിയറി. എ സബ്സിഡിയറി കമ്പനി ഇൻ വിച്ച് ദ പേരന്റ് കമ്പനി ഓൺ 100% ഓഫ് ഷെയർ. പേരന്റ് കമ്പനി സബ്സിഡിയറി കമ്പനിയുടെ 100% ഷെയറുകളും ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഹോളി ഓൺഡ് സബ്സിഡിയറി എന്ന് പറയുന്നത്. ഗിവിംഗ് ദ ഫുൾ കൺട്രോൾ ഓവർ ദ സബ്സിഡിയറീസ് ഓപ്പറേഷൻസ് ആൻഡ് എന്താണ് ഫിനാൻഷ്യൽ ആക്ടിവിറ്റി. അപ്പൊ ഇങ്ങനെയാണ് എങ്കിൽ ഈ 100 ഷെയറുകളും പേരന്റ് കമ്പനിയാണ്, 100% ഷെയറുകളും പേരന്റ് കമ്പനിയാണ് എന്ത് ചെയ്യുന്നത്, ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ ഫുൾ കൺട്രോൾ ഓവർ ദ സബ്സിഡിയറീസ് ഓപ്പറേഷൻ, സബ്സിഡിയറിയുടെ ഓപ്പറേഷനിലും ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസിന്റെ അകത്തുമെല്ലാം മുഴുവൻ കൺട്രോൾ മാർക്ക് കിട്ടുന്നുണ്ട്, ഹോൾഡിംഗ് കമ്പനിക്ക് കിട്ടുന്നുണ്ട്. ദ സബ്സിഡിയറി ഓപ്പറേറ്റ്സ് ആസ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. എന്നാലും സബ്സിഡിയറി ഓപ്പറേറ്റ് ചെയ്യുന്ന എങ്ങനെയാണ്, ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ലീഗൽ എൻറ്റിറ്റി ആണ് ഫ്രം ദ പേരന്റ് കമ്പനി. പേരന്റ് കമ്പനിയിൽ നിന്നും മാറി ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ലീഗൽ എൻറ്റിറ്റിയിൽ തന്നെയാണ് ഫുള്ളി ഓൺഡ് സബ്സിഡിയറി ആണ് എങ്കിൽ പോലും അത് എന്ത് ചെയ്യുന്നത്, നിലനിൽക്കുന്നത്. എന്നിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്, ഇത് അതുപോലെ തന്നെ ദ പേരന്റ് കമ്പനി മേ ഹാവ് ഇറ്റ്സ് ഓൺ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ആൻഡ് ടീംസ്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, ദ സബ്സിഡിയറി ഓപ്പറേറ്റ്സ് ആസ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഫ്രം ദ പേരന്റ് കമ്പനി ആൻഡ് മേ ഹാവ്, അതിൽ എന്തുണ്ട്, അവരുടേതായ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും അവരുടേതായ മാനേജ്മെന്റ് ടീമും ഒക്കെ ഉണ്ടായിരിക്കും. പേരന്റ് കമ്പനിയിൽ നിന്നും സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു നിലനിൽപ്പ് ആർക്കുണ്ട്, സബ്സിഡിയറി കമ്പനിക്കുണ്ട്. അവർക്ക് അവരുടേതായ മാനേജ്മെന്റ് ടീമും അവരുടേതായ
എന്താണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും ഒക്കെ ഉണ്ട് എങ്കിൽ പോലും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു എന്താണ് അവരുടെ ഇന്റേണൽ ആയിട്ടുള്ള അവരുടെ ഒരു സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിങ്ങിലും അവരുടെ മാനേജ്മെന്റിലും അവരുടെ ഓപ്പറേഷനിലും ഒക്കെ ഇൻഫ്ലുവൻസ് ചെലുത്താൻ ആർക്ക് പറ്റും, ആ പേരന്റ് കമ്പനിക്ക് പറ്റും. ഇനി അടുത്താണ് പാർട്ട്ലി ഓൺഡ് സബ്സിഡിയറി. പാർട്ട്ലി ഓൺഡ് സബ്സിഡിയറി എന്ന് പറഞ്ഞാൽ എ സബ്സിഡിയറി ഇൻ വിച്ച് ദ പേരന്റ് കമ്പനി ഓൺ ലെസ് ദാൻ 100% ഓഫ് ഷെയർ. അതായത് എന്താണ് 100% കുറവാണ് എന്ത് ചെയ്യുന്നത്, ആ പേരന്റ് കമ്പനി സബ്സിഡിയറി കമ്പനിയുടെ ഷെയറുകൾ ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ അത്തരത്തിലുള്ള സബ്സിഡിയറി കമ്പനിയാണ് എന്തെന്ന് പറയുന്നത്, പാർട്ട്ലി ഓൺഡ് സബ്സിഡിയറി കമ്പനി എന്ന് പറയുന്നത്. റിസൾട്ടിങ് ഇൻ ഷെയർ വിത്ത് കൺട്രോൾ ഷെയർഡ് കൺട്രോൾ വിത്ത് ദ അതർ ഷെയർ ഹോൾഡേഴ്സ് ഓർ പാർട്ട്നേഴ്സ്. അപ്പൊ ഇവിടെ എന്താണ്, ഇവിടെ ഇവര് ഒരു കൺട്രോൾ കൊടുക്കുന്നത് എങ്ങനെയായിരിക്കും, അതായത് ഇവർക്ക് ഇപ്പം 60% ഇവരെന്ത് ചെയ്യുന്നത്, പേരന്റ് കമ്പനി സബ്സിഡിയറി കമ്പനിയിൽ ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ ബാക്കി ഒരു 40% ആൾക്കാരും കൂടി ഉണ്ടല്ലോ, ജനറൽ പബ്ലിക് ആകാം, മറ്റ് ഇൻഡിവിജ്വൽസ് ആകാം, ആ ഒരു 40% ആൾക്കാരും കൂടി ചേർന്നായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇതിന്റെ കൺട്രോളിങ് കാര്യങ്ങളിലെല്ലാം ഇടപെടുന്നത്. അതാണ് പറഞ്ഞിരിക്കുന്നത് റിസൾട്ടിങ് ഇൻ ഷെയർഡ് കൺട്രോൾ വിത്ത് അതർ ഷെയർ ഹോൾഡേഴ്സ് ഓർ പാർട്ട്നേഴ്സ്. ദ ലെവൽ ഓഫ് കൺട്രോൾ ഈസ് ഡിപ്പെൻഡ് ഓൺ ദ പെർസെൻറ്റേജ്. അപ്പോൾ ഓർത്ത് വെക്കുക, ഈ പാർട്ട്ലി ഓൺഡ് സബ്സിഡിയറിക്കകത്ത് എങ്ങനെയാണ്, ദ ലെവൽ ഓഫ് കൺട്രോൾ ഈസ് ഡിപ്പെൻഡ് ഓൺ ദ പെർസെൻറ്റേജ് ഓഫ് ഷെയർ ഹെൽഡ് ബൈ ദ പേരന്റ് കമ്പനി. പേരന്റ് കമ്പനി എത്രത്തോളം ഷെയറുകളാണോ ഹെൽഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ എത്രത്തോളം ഷെയറുകളാണോ ഹോൾഡ് ചെയ്യുന്നത്, അതിന് അത്രയും മാത്രമായിരിക്കും ഇവർക്ക് സബ്സിഡിയറി കമ്പനിക്ക് മേൽ കൺട്രോൾ ചെലുത്താനായിട്ട് പറ്റുന്നത്. ദ ലെവൽ ഓഫ് കൺട്രോൾ ഡിപ്പെൻഡ് ഓൺ ദ പെർസെൻറ്റേജ് ഓഫ് ഷെയർസ് held by the parent company and the decisions about the subsidiary operations and finance may need to made jointly with other owners. അപ്പോൾ ഇവർ എന്തെങ്കിലുമൊക്കെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നുണ്ട് എങ്കിൽ അതെങ്ങനെയായിരിക്കണം, മറ്റ് പാർട്ട്നേഴ്സും അതുപോലെ മറ്റ് ഷെയർ ഹോൾഡേഴ്സും എല്ലാമായിട്ട് മ്യൂച്വലി കൺസെന്റ് കൂടിയായിരിക്കണം എന്ത് ചെയ്യുന്നത്, ഡിസിഷൻസ് എടുക്കുന്നത്. ഇവിടെ പാർട്ട്ലി ഓൺഡ് സബ്സിഡിയറി ആണ് എങ്കിൽ ഓർത്ത് വെച്ചോണം കേട്ടോ. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെ കോൺസെപ്റ്റ് ഓഫ് ഹോൾഡിംഗ് കമ്പനി അക്കൗണ്ട്സ്. While making the financial statement of the holding company, there is need to consolidate a financial data. നമ്മൾ എന്താണ് ഒരു ഹോൾഡിംഗ് കമ്പനിയുടെ ഫൈനൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഡേറ്റ വേണം. ഓർത്ത് വെച്ചോണം, while making a financial statement of a holding company, there is a need for consolidated the financial data of subsidiary companies into the financial statement of ഹോൾഡിംഗ് കമ്പനീസ്. എന്താ പറഞ്ഞേക്കുന്നത്, നമ്മൾ എന്താണ് ഹോൾഡിംഗ് കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വേണം പ്രിപ്പയർ ചെയ്യാനായിട്ട്. എന്താണ് സബ്സിഡിയറി കമ്പനിയുടെ ഫിനാൻഷ്യൽ ഡേറ്റാസും കൂടി ഇൻക്ലൂഡ് ചെയ്ത് എന്താണ് ഒരു കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വേണം ഹോൾഡിംഗ് കമ്പനിയുടെ പ്രിപ്പയർ ചെയ്യാനായിട്ട്. വൈൽ കൺസോളിഡേറ്റിംഗ് ദ ഫോളോവിംഗ് ആസ്പെക്ട്സ് നീഡ് ടു ബി കെയർഫുള്ളി. അപ്പോൾ നമ്മൾ ഈ ഒരു കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഹോൾഡിംഗ് കമ്പനിയുടെ പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഉൾപ്പെടുത്തുന്നത്. അതിലെ ഫസ്റ്റ് വൺ ആണ് മൈനോറിറ്റി ഇൻട്രസ്റ്റ്. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം, ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നതാണ്, പ്രോബ്ലം ചെയ്യാൻ ചോദിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയ നല്ല രീതിയിൽ പഠിക്കണം. മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഇത്ര ഓർത്ത് വെക്കുക, ഒരു ഹോൾഡിംഗ് കമ്പനി 60% ഷെയറുകളാണ് ഒരു സബ്സിഡിയറി കമ്പനിയിൽ ഹോൾഡ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ബാക്കിയുള്ള 40% ഉണ്ടല്ലോ, മറ്റ് ഇൻഡിവിജ്വൽസും മറ്റ് പാർട്ട്നേഴ്സും മറ്റ് ഷെയർ ഹോൾഡേഴ്സും ഒക്കെ ആയിട്ട് എടുത്തേക്കുന്ന 40%. ഈ 40%ത്തെയാണ് എന്തെന്ന് പറയുന്നത്, മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഹോൾഡിംഗ് കമ്പനി അല്ലാതെ സബ്സിഡിയറി കമ്പനിയിൽ ബാക്കിയുള്ള ഷെയറുകൾ ഹോൾഡ് ചെയ്തേക്കുന്ന ആ ഒരു സർട്ടൺ പെർസെൻറ്റേജിനെയാണ് എന്തെന്ന് പറയുന്നത്, മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. refers to the portion of the company's equity, ഓർത്ത് വെക്കുക, refers to the portion of the company's equity that is not owned by the parent company but it's held by minority shareholders. അപ്പം എന്നാ പറഞ്ഞിരിക്കുന്നത്, പേരന്റ് കമ്പനി ഹോൾഡ് ചെയ്യാതെ മിച്ചമുള്ള ബാക്കി ഷെയറുകൾ, അതായത് മൈനോറിറ്റി ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സ് ഹോൾഡ് ചെയ്തേക്കുന്ന ഷെയറുകളുടെ അതിന്റെ ഇൻട്രസ്റ്റ് ആണ് എന്ന് പറയുന്നത് മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. മൈനോറിറ്റി ഇൻട്രസ്റ്റ് അറൈസസ് when a company is owned more than 50% of other companies but less than 100%. മൈനോറിറ്റി ഇൻട്രസ്റ്റ് ഉണ്ടാകുന്ന എപ്പോഴാണ്, 50%-ൽ കൂടുതൽ ഒരു സബ്സിഡിയറി കമ്പനിയുടെ ഷെയറുകൾ ഹോൾഡിംഗ് കമ്പനി ഹോൾഡ് ചെയ്യുകയും 100%-ൽ എത്താതെയും ഇരിക്കുന്ന ആ ഒരു സാഹചര്യമാണ് എങ്കിൽ അവിടെ എന്തുണ്ടാകുന്നുണ്ട്, മൈനോറിറ്റി ഇൻട്രസ്റ്റ് ഉണ്ടാകുന്നുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സബ്സിഡിയറി കമ്പനി എപ്പോഴും ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആയിട്ടാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് 100%-ൽ കുറവും 50%-ൽ കൂടുതലുമായി പേരന്റ് കമ്പനി എന്താണ് സബ്സിഡിയറി കമ്പനിയിൽ ഷെയറുകൾ ഹോൾഡ് ചെയ്യുന്ന സാഹചര്യത്തിൽ എന്തുണ്ടാകുന്നുണ്ട്, മൈനോറിറ്റി ഇൻട്രസ്റ്റ് ഉണ്ടാകുന്നുണ്ട്. അതാണ് നമ്മൾ ഇവിടെ പറഞ്ഞേക്കുന്നത്. എന്താണ് only 60% എന്ത് ചെയ്യുന്നത്, ഷെയർ ഹോൾഡ് ചെയ്യുന്നെങ്കിൽ ബാക്കിയുള്ള 40% ഓൺ ചെയ്യുന്നത് ഔട്ട്സൈഡേഴ്സ് ആയിരിക്കും. ഈ ഒരു 40%-ന്റെ ഇൻട്രസ്റ്റിനെയാണ് എന്തെന്ന് പറയുന്നത്, മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ ആണല്ലോ.
ഇനി ഈ മൈനോറിറ്റി ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന മസ്റ്റ് ആയിട്ട് പഠിക്കണേ, മൈനോറിറ്റി ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഓഫ് സബ്സിഡിയറി കമ്പനി, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഓഫ് സബ്സിഡിയറി കമ്പനി പ്ലസ് റിസർവ് ആൻഡ് സർപ്ലസ് ഓഫ് സബ്സിഡിയറി കമ്പനി, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ക്രെഡിറ്റ് ബാലൻസ് ഓഫ് ദി സബ്സിഡിയറി കമ്പനി മൈനസ് ഫിക്ടീഷ്യസ് അസറ്റ് ഓഫ് ദി സബ്സിഡിയറി കമ്പനി ഇൻറ്റു റിമൈനിങ് പെർസെൻറ്റേജ്. ഇതാണ് ഏതെന്ന് പറയുന്നത് നമ്മളുടെ മൈനോറിറ്റി ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുവാനുള്ള ഇക്വേഷൻ. ഇതെന്താണ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ, പ്രോബ്ലം ആയിട്ടും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല, നിങ്ങൾ പ്രോബ്ലം ചെയ്തും പഠിക്കണം. ഇനി നമുക്ക് നോക്കാം, the amount of minority interest is shown on the liability side of the balance sheet between the share capital and reserve and surplus. അപ്പൊ മൈനോറിറ്റി ഇൻട്രസ്റ്റ് എവിടെയാണ് കാണിക്കുന്നത്? മൈനോറിറ്റി ഇൻട്രസ്റ്റ് ഷോൺ ചെയ്യുന്ന എവിടെയാണ്? ലൈബിലിറ്റി സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിന്റെ ലൈബിലിറ്റി സൈഡിലാണ് എന്ത് കാണിക്കുന്നത്? ഈ മൈനോറിറ്റി ഇൻട്രസ്റ്റ് കാണിക്കുന്നത്. ഏതിനൊക്കെ ഇടയിലായിട്ട്? ഷെയർ ക്യാപിറ്റലിനും റിസർവ് ആൻഡ് സർപ്ലസിനും ഇടയിലായിട്ടാണ് എന്ത് റെപ്രസെന്റ് ചെയ്യുന്നത്? മൈനോറിറ്റി ഇൻട്രസ്റ്റ് റെപ്രസെന്റ് ചെയ്യുന്നത്. The minority interest means the outsiders interest. നമുക്കറിയാം മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഔട്ട്സൈഡേഴ്സ് ഇൻട്രസ്റ്റ് ആണ്. ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് എ ലൈബിലിറ്റി. ഇതൊരു ലൈബിലിറ്റി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ആൻഡ് ഷോൺ ഓൺ ദ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് ആസ് കറണ്ട് ലൈബിലിറ്റി. അതായത് മൈനോറിറ്റി ഇൻട്രസ്റ്റിനെ ഒരു ലൈബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്ത് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൽ കറണ്ട് ലൈബിലിറ്റി ആയിട്ടാണ് എഴുതുന്നത്. ദ എമൗണ്ട് ഈസ് ബേസിക്കലി ഇൻട്രൻസിക് വാല്യൂ ഓഫ് ഷെയർസ് ഹെൽഡ് ബൈ മൈനോറിറ്റി. മൈനോറിറ്റീസ് ഹോൾഡ് ചെയ്യുന്ന ഇൻട്രൻസിക് വാല്യൂ ആയിട്ടാണ് എന്തിനെ കൺസിഡർ ചെയ്യുന്നത്? ഈ മൈനോറിറ്റി ഇൻട്രസ്റ്റിനെ കൺസിഡർ ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കാം ഗുഡ്വിൽ ആൻഡ് ക്യാപിറ്റൽ റിസർവ്. വളരെ എളുപ്പമാണ്. ദ ഗുഡ്വിൽ ഈസ് ആൻ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് റെപ്രസെന്റ് ദ ഡിഫറൻസ് between the purchase price of the company and the fair value of identifiable asset and liability. ഒരു പർട്ടിക്കുലർ അസറ്റ്സിന്റെ ഫെയർ വാല്യൂവിനേക്കാളും കൂടുതലായിട്ട് പർച്ചേസ് പ്രൈസ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡിഫറൻസിന് പറയുന്ന പേരാണ് എന്ത്? ഗുഡ്വിൽ. ഓർത്ത് വെക്കുക, ഗുഡ്വിൽ എന്ന് പറയുന്ന ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഡിഫറൻസ് ബിറ്റ്വീൻ പർച്ചേസ് പ്രൈസ് ഓഫ് എ കമ്പനി ആൻഡ് ദ ഫെയർ വാല്യൂ ഓഫ് ഇറ്റ്സ് ഐഡന്റിഫൈബിൾ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റി. ആ ഐഡന്റിഫൈബിൾ ആയിട്ടുള്ള അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിന്റെ വാല്യൂവിനേക്കാളും കൂടുതലായിട്ട് എന്താ വരികയാണ്? പർച്ചേസ് പ്രൈസ് വരികയാണ്. ആ ഡിഫറൻസിനാണ് ഗുഡ്വിൽ എന്ന് പറയുന്നത്. ഇൻ അതർ വേർഡ്സ്, ഗുഡ്വിൽ ഈസ് ആൻ amount of the value of a company's, ഒരു കമ്പനിയുടെ റെപ്യൂട്ടേഷനെയും ബ്രാൻഡിനെയും കസ്റ്റമർ റിലേഷൻഷിപ്പിന്റെ ഒക്കെ ആ ഒരു വാല്യൂവിനെയാണ് എന്തെന്ന് പറയുന്നത്? ഗുഡ്വിൽ എന്ന് പറയുന്നത്. ഇതൊരു ഇൻടാഞ്ചിബിൾ ഫാക്ടർ ആണ് അല്ലെ, കാണാനോ സ്പർശിക്കാനോ ഒന്നും പറ്റാത്ത ഒരു ഇൻടാഞ്ചിബിൾ ഫാക്ടർ ആണ് എന്തെന്ന് പറയുന്നത്? ഗുഡ്വിൽ എന്ന് പറയുന്നത്. ഇഫ് ദ ഹോൾഡിംഗ് കമ്പനി പേ ചെയ്യാണ് മോർ ദാൻ ദ ഫേസ് വാല്യൂ ഓഫ് ഷെയർ, ദ എക്സസ് എമൗണ്ട് ഈസ് പെയ്ഡ് കൺസിഡേർഡ് ആസ് ദ പേയ്മെന്റ് ഫോർ ഗുഡ്വിൽ ഓർ കോസ്റ്റ് കൺട്രോൾ. അപ്പൊ ഇവിടെ പറഞ്ഞേക്കാണ് ഫേസ് വാല്യൂവിനേക്കാളും കൂടുതലായിട്ട്, ഇപ്പൊ കമ്പനി പേ മോർ ദാൻ ഫേസ് വാല്യൂവിനേക്കാളും കൂടുതലായിട്ട് ഒരു ഹോൾഡിംഗ് കമ്പനി പേ ചെയ്യുന്നുണ്ടെങ്കിൽ ആ എക്സസ് ആയിട്ടുള്ള എമൗണ്ട് എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? ഗുഡ്വിൽ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് കൺട്രോൾ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇൻ അതർ വേർഡ്സ്, ഇഫ് എ കമ്പനി പേസ് ലെസ് ദാൻ ദ ഫേസ് വാല്യൂ ഓഫ് ഷെയർസിന്റെ ഫേസ് വാല്യൂവിനേക്കാളും കുറവായിട്ടാണ് ഒരു ഹോൾഡിംഗ് കമ്പനി പേ ചെയ്യുന്നതെങ്കിൽ ദ ഡിഫറൻസ് ഈസ് കോൾഡ് ക്യാപിറ്റൽ പ്രോഫിറ്റ് ആൻഡ് ഈസ് ഷോൺ ഓൺ ദ ക്യാപിറ്റൽ റിസർവ് ഇൻ ദ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ്. അതൊരു ക്യാപിറ്റൽ പ്രോഫിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്ത് ക്യാപിറ്റൽ റിസർവ് എന്ന് പറഞ്ഞ് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ എഴുതുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് എന്താണ് കൺക്ലൂഡ് ചെയ്യുക? എന്താണ് ഹോൾഡിംഗ് കമ്പനിക്ക്? ഹോൾഡിംഗ് കമ്പനി അക്കൗണ്ട്സ് പ്രൊവൈഡ് എ കോംപ്രിഹെൻസീവ് ഓവർവ്യൂ ഓഫ് ദി ഫിനാൻഷ്യൽ പെർഫോമൻസ് ആൻഡ് പൊസിഷൻ ആസ് വെൽ ആസ് ദ ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റീസ് റിലേറ്റഡ് ടു ദ ട്രാൻസാക്ഷൻ വിത്ത് സബ്സിഡിയറി. ഒരു ഹോൾഡിംഗ് കമ്പനി കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു ഓവർവ്യൂ തരുന്നുണ്ട്, ഫിനാൻഷ്യൽ പെർഫോമൻസും പൊസിഷനും ഒക്കെ. എന്തിന്റെ? ആ ഒരു സബ്സിഡിയറി കമ്പനിയുടെ അല്ലെ, അതായത് സബ്സിഡിയറി കമ്പനിയുടെ ഒരു ഹോൾഡിംഗ് കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. അതിൽ എന്തും വരുന്നുണ്ട്? സബ്സിഡിയറി കമ്പനിയുടെ ഫിനാൻഷ്യൽ ഡേറ്റാസും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ഏതാണ്? വിച്ച് ഓഫ് ദ ഫോളോവിംഗ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ അബൌട്ട് ദ ഹോൾഡിംഗ് കമ്പനി അക്കൗണ്ട്സ് ആൻഡ് ഇറ്റ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സബ്സിഡിയറി കമ്പനി? വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം അല്ലെ. ഏതായിരുന്നു ആൻസർ വരുന്നത്? എ ഹോൾഡിംഗ് കമ്പനി കൺസോളിഡേറ്റ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് ഇറ്റ്സ് സബ്സിഡിയറി ഇൻടു ഇറ്റ്സ് ഓൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ബാക്കിയെല്ലാം റോങ് അല്ലേ? ദ ഹോൾഡിംഗ് കമ്പനി മസ്റ്റ് ഓൾവേസ് ഓൺ 100%. എപ്പോഴും 100% ഷെയറുകൾ ഓൺ ചെയ്യണമെന്നുണ്ടോ? ഇല്ല. ഇനി എന്താണ്? സബ്സിഡിയറി കമ്പനി കനോട്ട് ഓപ്പറേറ്റ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. ക്യാൻ ബി അല്ലേ, എന്ത് ചെയ്യാൻ പറ്റും?
സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് ലീഗൽ എൻറ്റിറ്റി ആയിട്ടാണ് ഇത് നിൽക്കുന്ന സബ്സിഡിയറി കമ്പനി. അപ്പോൾ ഇതും തെറ്റാണ്. ഇനി അടുത്തത് നോക്കിയേ, ഹോൾഡിംഗ് കമ്പനി ഈസ് എന്താണ് ഡയറക്ട്ലി ഇൻവോൾവ്ഡ് ഇൻ ദ ഡെയിലി ബിസിനസ്. ഡയറക്ട്ലി എൻഗേജ് ചെയ്യാൻ പറ്റുമോ? ഡേ ടു ഡേ ആയിട്ടുള്ള സബ്സിഡിയറിയോടെ ഓപ്പറേഷൻ്റെ അകത്ത് എന്ത് ചെയ്യുന്നില്ല? ഹോൾഡിംഗ് കമ്പനി ഡയറക്ട്ലി എൻഗേജ് ചെയ്യുന്നില്ല എന്നായിരുന്നു നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. നമ്മൾ പറഞ്ഞതാണ് ഹോൾഡിംഗ് കമ്പനി കൺസോളിഡേറ്റ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് ഇറ്റ്സ് സബ്സിഡിയറി ഇൻടു ഇറ്റ്സ് ഓൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ടു പ്രൊവൈഡ് ദ കോംപ്രിഹെൻസീവ് വ്യൂ ഓഫ് ഇറ്റ്സ് ഫിനാൻഷ്യൽ പെർഫോമൻസ് ആൻഡ് പൊസിഷൻ. നമ്മൾ പറഞ്ഞാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ, വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഈസ് യൂസ്ഡ് ടു കാൽക്കുലേറ്റ് ദ മൈനോറിറ്റി ഇൻട്രസ്റ്റ് ഇൻ ദ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഹോൾഡിംഗ് കമ്പനി. കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ മൈനോറിറ്റി ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ വരുന്നുണ്ട്, റിസർവ് വരുന്നുണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് ദി സബ്സിഡിയറി വരുന്നുണ്ട്, അഡ്ജസ്റ്റഡ് ഫിക്ടീഷ്യസ് അസറ്റ് വരുന്നുണ്ട്. ഇത്രയും വരുന്നുണ്ടല്ലോ. നമ്മൾ ആ ഇക്വേഷൻ പഠിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. ഓപ്ഷൻ സി ആയിരുന്നു ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത എന്താണ്? എ ഹോൾഡിംഗ് കമ്പനി പർച്ചേസസ് ദ ഷെയർ ഓഫ് ദി സബ്സിഡിയറി അറ്റ് എ പ്രൈസ് ഹയർ ദാൻ ദ ഫേസ് വാല്യൂ. ഫേസ് വാല്യൂവിനെക്കാളും കൂടുതലായിട്ട് പർച്ചേസ് പ്രൈസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് എന്താണെന്ന് നമ്മൾ പറഞ്ഞിരുന്നത്? എന്തായിരുന്നു? ഗുഡ് വിൽ അല്ലേ? നമ്മൾ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് തന്നെ വർക്കൗട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെ വേണം പഠിക്കാനായിട്ട്. ഒരു കോൺസെപ്റ്റ് നല്ല രീതിയിൽ പഠിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? MCQs വർക്കൗട്ട് ചെയ്യുക. ഓപ്ഷൻ ഏതാണ്? ഗുഡ് വിൽ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. വൈൽ എ ഹോൾഡിംഗ് കമ്പനി പർച്ചേസസ് ദ ഷെയർ ഓഫ് സബ്സിഡിയറി അറ്റ് എ പ്രൈസ് ഹയർ ദാൻ ദ ഫേസ് വാല്യൂ ദ എക്സസ് എമൗണ്ട് ഈസ് പെയ്ഡ് എന്താണ് റെക്കഗ്നൈസ്ഡ് ആസ് ഗുഡ് വിൽ. ഓർത്ത് വെച്ചോണം കേട്ടോ. ഇനി എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോവിംഗ് പർപ്പസ് ഡു ദ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ഓഫ് എ ഹോൾഡിംഗ് കമ്പനീസ് നോട്ട് സെർവ്. ഏതാണ് വരുന്നത്? പ്രൊവൈഡിംഗ് എ കോംപ്രിഹെൻസീവ് വ്യൂ ഓഫ് ദി ഹോൾഡിംഗ് കമ്പനീസ് ഫിനാൻഷ്യൽ പെർഫോമൻസ് ആൻഡ് പൊസിഷൻ ആണോ? എൻഷുറിംഗ് ദ കംപ്ലയൻസ് വിത്ത് ലീഗൽ റെഗുലേറ്ററി റിക്വയർമെന്റ്സ് ആണോ? ഇൻഫ്ലുവൻസിംഗ് ദ ഡേ ടു ഡേ ഓപ്പറേഷൻ ഡിസിഷൻ ഓഫ് ദി സബ്സിഡിയറി കമ്പനീസ് ആണോ? ഫെസിലിറ്റേറ്റിംഗ് ദ സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഹോൾഡിംഗ് കമ്പനി ആണോ? ഏതാണ് ആൻസർ വരുന്നത്? നമ്മുടെ ഓപ്ഷൻ സി ആണ്. ഇൻഫ്ലുവൻസിംഗ് ദ ഡേ ടു ഡേ ഓപ്പറേഷൻസ് ഓഫ് ദി ഡിസിഷൻ. അതായത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ? ഇല്ല അല്ലെ? ഇപ്പം നോട്ടാണ്. അതുകൊണ്ട് തന്നെ ഏതാണ് വരുന്നത്? സി ആണ് വരുന്നത്. ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ മാർക്ക് ചെയ്യുക, കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യുക. ദ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ഓഫ് ദ ഹോൾഡിംഗ് കമ്പനി ഡു നോട്ട് ഡയറക്ട്ലി ഓർത്ത് വെച്ചോളുക, ഡു നോട്ട് ഡയറക്ട്ലി ഇൻഫ്ലുവൻസ് ദ ഡേ ടു ഡേ ഓപ്പറേഷൻസ് ഓഫ് ദ ഡിസിഷൻസ് ഓഫ് സബ്സിഡിയറി കമ്പനി എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. അടുത്ത നോക്കിയേ, ദ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് ഓഫ് ദി ഹോൾഡിംഗ് കമ്പനി വൈൽ ദ മൈനോറിറ്റി ഇൻട്രസ്റ്റ് ഈസ് ടിപ്പിക്കലി ഷോൺ. മൈനോറിറ്റി ഇൻട്രസ്റ്റ് എവിടെ കൊടുക്കുമെന്ന് നമ്മൾ പറഞ്ഞേ? ലൈബിലിറ്റി സൈഡിൽ. കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിന്റെ ലൈബിലിറ്റി സൈഡിൽ എന്തിനെല്ലാം ഇടയിലായിട്ട്? ഷെയർ ക്യാപിറ്റലിനും റിസർവ് ആൻഡ് സർപ്ലസിനും ഇടയിലായിട്ട്. അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് അല്ലെ? ഓപ്ഷൻ ബി ആണ്. അപ്പം ഈ ഒരു രീതിയിൽ വേണം നമ്മൾ പഠിക്കാനായിട്ട്. കൃത്യമായിട്ട് പഠിക്കണം. ആ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഈ ഒരു ഏരിയ നല്ല രീതിയിൽ ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പം നമ്മളുടെ CCയുടെ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ ലോങ് ബാച്ച്, അതായത് ഡിസംബറിൽ നടക്കാൻ പോകുന്ന നെക്സ്റ്റിന് വേണ്ടി നമ്മൾ എന്താണ് ക്ലാസ്സുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. റെക്കോർഡഡ് ക്ലാസ്സുകളിലൂടെയും ലൈവ് ക്ലാസ്സുകളിലൂടെയും മോക്ക് ടെസ്റ്റുകളിലൂടെയൊക്കെ നിങ്ങൾ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യിക്കുന്ന രീതിയിൽ CCയുടെ ലോങ് ബാച്ച് ആരംഭിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നമ്മളോടൊപ്പം ചേർന്ന് നല്ല അധ്യാപകരോട് കൂടി പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് എന്ത് ചെയ്യാം? ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. കൃത്യമായ ഡയറക്ഷൻ ഉണ്ടെങ്കിൽ, കൃത്യമായ സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ് നെറ്റ് എക്സാം. അപ്പോൾ ഫോക്കസ് ചെയ്ത് എല്ലാവരും പഠിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മളുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു വിജയം നേടിയെടുക്കാനായിട്ട് പറ്റും. ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കാണുവാനായിട്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്